സാധാരണയായി യുദ്ധമുണ്ടാകുമ്പോൾ സ്വർണ്ണവില കുതിച്ചുയരാറാണ് പതിവ്. എന്നാൽ പശ്ചിമേഷ്യയിലെ ഇപ്പോഴത്തെ സംഘർഷം സ്വർണ്ണ വിപണിയെ തകിടം മറിച്ചിരിക്കുകയാണ്. സുരക്ഷിത നിക്ഷേപമെന്ന് കരുതി സ്വർണത്തിലേക്ക് മാറിയവർക്ക് ഇപ്പോൾ തിരിച്ചടി ഏൽക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ഇതിന് പ്രധാന കാരണം അസംസ്കൃത എണ്ണയാണ്. ഇസ്രായേലും US ഇറാനെ ആക്രമിച്ചതോടെ എണ്ണ വിതരണം പ്രതിസന്ധിയിലാവുകയും വില കുതിച്ചുയരുകയും ചെയ്തു. ഇത് ആഗോള വിപണികളെ ബാധിച്ചതോടെ സ്വർണ്ണവില കനത്ത ഇടിവ് നേരിട്ടു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ ആദ്യ നാളുകളിൽ വില ഉയർന്നെങ്കിലും പിന്നീട് എണ്ണവില കൂടാൻ തുടങ്ങിയതോടെ സ്വർണത്തിന് വൻതോതിൽ വിലയിടിഞ്ഞു. മാർച്ച് 1 കേരളത്തിൽ 1,26,920 രൂപയായിരുന്നു പവൻ വില. ഈ മാസത്തെ ഏറ്റവും ഉയർന്ന വിലയും കൂടിയാണിത്. പിന്നീട് നാൾക്കുനാൾ വിലയിടിയുകയായിരുന്നു. 1,07,040 രൂപയാണ് ഇന്നത്തെ പവൻ വില. 21 ദിവസം കൊണ്ട് 19,880 രൂപയാണ് കുറഞ്ഞത്. 15.7% മൂന്നാഴ്ചക്കിടെ ഇടിഞ്ഞത്. ജനുവരി 29 സ്വർണ്ണവിലയായ 1,31,160 രൂപയാണ് കേരളത്തിൽ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്ക്. ഇതിൽ നിന്നും 2,400-120 രൂപ കുറവിലാണ് നിലവിലെ വില. 18.4% ഇതിൽ നിന്നും വിലയിടിഞ്ഞിരിക്കുന്നത്. വിവാഹ സീസൺ അടുത്തിരിക്കെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നവർക്ക് വിലക്കുറവ് അനുഗ്രഹമായിരിക്കുകയാണ്. അതേസമയം സ്വർണത്തിൽ നിക്ഷേപിക്കുന്നവർ ജാഗ്രതയോടെ ചെയ്യണമെന്നാണ് വിപണി വിദഗ്ധർ പറയുന്നത്. യുദ്ധത്തിന് മുമ്പ് സ്വർണം, വെള്ളി ETF-കളിൽ വൻ കുതിപ്പുണ്ടായിരുന്നു. വലിയ റിട്ടേൺ കുറഞ്ഞ സമയത്തിനുള്ളിൽ ലഭിച്ചിരുന്നു. ഇതുകൊണ്ട് വൻതോതിൽ ETF-കളിൽ നിക്ഷേപിച്ചവർ വിലയിടിഞ്ഞതോടെ അകപ്പെട്ടിരിക്കുകയാണ്. വിപണി സ്ഥിരത കൈവരിക്കും വരെ സ്വർണത്തിലോ വെള്ളിയിലോ പുതിയ നിക്ഷേപങ്ങൾ നടത്താതിരിക്കുന്നതാണ് ഉചിതം. പശ്ചിമേഷ്യയിലെ യുദ്ധമാണ് സ്വർണ്ണവിലയിലെ ഇടിവിന് പ്രധാന കാരണമെങ്കിലും ഡോളറിന്റെ ശക്തി പ്രാപിക്കലും US ഫെഡറൽ റിസർവ് പലിശ നിരക്കിൽ മാറ്റമില്ലാതെ തുടർന്നതുമെല്ലാം സ്വർണ്ണവിലയെ ബാധിച്ചിട്ടുണ്ട്.